ഹലോ. അപ്പോൾ ഞങ്ങൾ വില്യം ഷേക്സ്പിയറിൻ്റെ വീട്ടിൽ നിന്നും പിന്നെ നേരെ പോയത് ചിപ്പിംഗ് ക്യാംപ്ടൺ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ചിപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ, മാർക്കറ്റ് അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഈ ഒരു സ്ഥലം വെൽ പ്രിസർവ്ഡ് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സിനും അതുപോലെ ഇവിടുത്തെ വൈബ്രൻ്റ് ആയിട്ടുള്ള ലോക്കൽ കൾച്ചറിനൊക്കെ ഒത്തിരി പേര് കേട്ടൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പിക്ചേഴ്സ് ക്യൂ വ്യൂ എന്നൊക്കെ കേട്ടിട്ടില്ല, അത് നമുക്ക് എക്സാക്ട്ലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിലിം ഷോസിലും അതുപോലെ സിനിമാസിലും ഒക്കെ ഇത് ലൊക്കേഷനായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. ഈ വീടുകളൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ടാച്ച്ഡ് റൂഫാണ്. അതായത് ഈ ടാച്ച്ഡ് റൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ സ്റ്റോൺ സ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിർമ്മിക്കുന്നതിനാണ് നമ്മൾ ടാച്ച്ഡ് റൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കൈൻഡ് ഓഫ് ലോങ് സ്ട്രോ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് പണ്ട് ഓലയായിരുന്നു. അപ്പോൾ നമ്മൾ ഓല മേഞ്ഞ വീടുകളാണ് ഒത്തിരി ഉണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ ഈ ഒരു മെറ്റീരിയൽ ആയിരുന്നു അവൈലബിൾ. അവരത് ഇത്രയും വർഷമായിട്ട് നല്ലപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സ്ഥലത്തെ ഏറ്റവും ആയിട്ടുള്ള എന്താ പറയുക അട്രാക്റ്റീവ് ആക്കുന്ന ഫാക്ടർ. ഈ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കിളീനെ ഒരു സ്റ്റാച്ചു കാണാം. അത് ബാക്കി കിളികളെയൊക്കെ പേടിപ്പിച്ച് അവിടെ വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന സ്റ്റാച്ചു ആണ് കേട്ടോ. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഈ കാണുന്ന യൂണിഫോം ആയിട്ടുള്ള വാൾ ഓൾ ത്രൂ ഞങ്ങളുടെ ജേർണിയിൽ ഞങ്ങൾ കോട്സ്വോൾഡ് എല്ലാ സ്ഥലത്തും കണ്ടായിരുന്നു. എല്ലായിടത്തെയും ഭിത്തികൾ നിർമ്മിച്ചേക്കുന്ന ഇത്തരത്തിലുള്ള സ്റ്റോൺ വെച്ചിട്ടാണ്. അതും ഈ ഒരു സ്ഥലത്തിൻ്റെ അതായത് കോട്സ്വോൾഡിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വാൾസ്. അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. എനിക്ക് സത്യത്തിൽ എന്താ പറയുക ഇവിടെ ഈ വീടുകളുടെ എല്ലാത്തിലും നമ്മൾ എന്തിലും നോക്കിയാലും ഭയങ്കര മനോഹാരിത എന്നൊക്കെ പറയത്തില്ല, അതാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ദേ ആർ സോ വെൽക്കമിങ്. അവർക്ക് ഇങ്ങനെ നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് എവിടെ പോവാം, ഏതാണ് ഇനി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ദേ വെർ ഓൾസോ സോ എക്സൈറ്റഡ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത്രയും നല്ല സ്ഥലമായിരുന്നു. ശരിക്കും ഞങ്ങൾ പോയത് സമ്മർ അല്ലെങ്കിൽ സ്പ്രിംഗ് സീസണിലൊന്നുമല്ല, എന്നിട്ടും ഈ സ്ഥലം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വസന്തകാലത്തിലൊക്കെ ഇവിടെ എന്ത് ഭംഗിയായിരിക്കും എന്ന് ചിന്തിക്കാൻ കൂടി വയ്യ കേട്ടോ. അത്രയും നല്ല സ്ഥലമാണ്.